മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 18/6/1983 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അത്തമാണ് നക്ഷത്രം, അത്തം 1-ാം പാദം. വൃശ്ചിക ലഗ്നം, ലഗ്നത്തിൽ വ്യാഴം, 2-ൽ കേതു, 3, 4, 5, 6 ഭാവങ്ങൾ ശൂന്യം, 7-ൽ വിവാഹസ്ഥാനത്ത് ബുധൻ, കുജൻ, 8-ൽ സൂര്യൻ, രാഹു, ഗുളികൻ, 9-ൽ ഭാഗ്യസ്ഥാനത്ത് കർക്കിടകത്തിൽ ശുക്രൻ, 10 ശൂന്യം, 11-ൽ ചന്ദ്രൻ, 12-ൽ ശനി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വിവാഹ സംബന്ധമായി വളരെയധികം പ്രശ്നങ്ങൾ ഉള്ള ഒരു ഗ്രഹനിലയാണത്. എന്തുകൊണ്ടാണത്? ഇദ്ദേഹം ആദ്യം ഒരു കല്യാണം കഴിക്കുകയും പിന്നീട് ഡിവോഴ്സായി പോവുകയും ചെയ്തിട്ടുള്ള ഒരാളുടെ ഗ്രഹനില കൂടിയാണിത്. ലഗ്നാൽ 7-ൽ വിവാഹസ്ഥാനത്ത് ബുധൻ, കുജൻ ഒട്ടും നല്ലതല്ല. അതുപോലെ തന്നെയാണ് 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ, വിവാഹകാരകൻ കൂടാണ് ഏതൊരു ഗ്രഹനിലയിലും. ഭാഗ്യസ്ഥാനമായ 9-ൽ കർക്കിടകത്തിൽ നിൽക്കുന്നു. കർക്കിടകത്തിലെ ശുക്രനെയും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി 7-ലേക്ക് വിവാഹസ്ഥാനത്തേക്ക് ഗുളികൻ്റെ 12-ാം ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഗുളികൻ്റെ 12-ാം ദൃഷ്ടി 7-ലേക്ക് വിവാഹസ്ഥാനത്തേക്ക് തന്നെ വരുന്നു. അതിനോടൊപ്പം തന്നെ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കർക്കിടകത്തിൽ നിൽക്കുന്ന ശുക്രനിലേക്കും ഗുളികൻ്റെ 2-ാം ദൃഷ്ടി വരുന്നു. അവിടേക്ക് തന്നെ, അതായത് വിവാഹസ്ഥാനത്തേക്ക് തന്നെ രാഹുവിൻ്റെയും 12-ാം ദൃഷ്ടി വരുന്നുണ്ട്. വളരെയധികം, അതായത് 95% കൂടുതൽ വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഗ്രഹനിലയാണിത്. വളരെ ടഫാണ് ഈ ഗ്രഹനില. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങേയറ്റം ടഫ് തന്നെയാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്. ശുക്രനെ കൊണ്ടോ അല്ലെങ്കിൽ 7 എന്ന് പറയുന്ന ഭാവത്തെ കൊണ്ടോ, അതല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പഴുത് ഇതിൽ വളരെ കുറവാണ്. പ്രത്യേകിച്ചും ആദ്യ വിവാഹമൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചേർച്ചയില്ലായ്മ, തർക്കങ്ങൾ, വഴക്കുകൾ, അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ വഴി അത് ഡിവോഴ്സിലെത്താൻ സാധ്യത വളരെ വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനിലയാണത്. പ്രത്യേകിച്ചും ശുക്രൻ, വിവാഹകാരകനായിട്ടുള്ള ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നു. അവിടേക്ക് ഗുളികൻ്റെ 2-ാം ദൃഷ്ടി വരുന്നു. അതുപോലെ തന്നെയാണ് ശനിയുടെ 10-ാം ദൃഷ്ടിയും 7-ാം ഭാവാധിപനും വിവാഹകാരകനുമായ ശുക്രനിലേക്ക് വരുന്നു എന്നത് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ അവിടെ ശനിയുടെയും ഗുളികൻ്റെയും ദൃഷ്ടി വന്നു കഴിഞ്ഞു. വ്യാഴത്തിൻ്റെ 9-ാം ദൃഷ്ടി ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ശനിയുടെയും ഗുളികൻ്റെയും ഫലം എന്ന് പറയുന്ന അവസ്ഥ ജീവിതത്തിൽ വന്ന ശേഷം മാത്രമായിരിക്കും വ്യാഴത്തെ കൊണ്ടുള്ള ദൃഷ്ടിയുടെ ഗുണം ഇത്തരക്കാർക്ക് അനുഭവത്തിൽ വരിക. ലഗ്നത്തിലെ വ്യാഴം വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ വ്യാഴത്തെ കൊണ്ടുള്ള ഗുണം ലഭിക്കുന്നതിന് ഒരല്പം കാലതാമസം ഈ ഗ്രഹനിലയിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചെലവുകൾ. 12-ലെ ശനി ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. എന്നാലും ഒരല്പസ്വല്പം ശ്രദ്ധ, വ്യയം, അതായത് ചെലവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം. ലഗ്നത്തിൽ നിൽക്കുന്നത് 2033 വരെ വ്യാഴദശയുമാണ്. എന്നിട്ടും ഈ വ്യക്തിക്ക് ഇതുവരെയും ഒരു ഉയർച്ച എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഈ പറയുന്ന ഗ്രഹങ്ങൾ, പ്രത്യേകിച്ചും തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, സൂര്യൻ നിൽക്കുന്നത് രാഹുവിനോടൊത്തും ഗുളികനോടൊത്തുമാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ, അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ പോലെയുള്ള അവസ്ഥകൾ ഈ വ്യക്തിക്ക് അനുഭവിച്ചേ തീരൂ. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ രാഹുവിൻ്റെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് രാഹു നിൽക്കുന്ന രാശിയിൽ നിന്നും 6, 7, 9, 12 ഈ 4 രാശികളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അത് പ്രകാരം 1, 2, 3, 4, 5, 6 നേരത്തെ പറഞ്ഞു. ലഗ്നത്തിൽ വ്യാഴം നിന്നിട്ടും ഈ വ്യക്തിക്ക് ഇത്രയും കാലവും വലിയ ഉയർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ലഗ്നത്തിലേക്കുള്ള 6-ാം ദൃഷ്ടി. ലഗ്നത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഇത് വ്യാഴത്തെ സംബന്ധിച്ച് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരല്പം കാലതാമസം, അതല്ല എങ്കിൽ അല്പം തടസ്സം കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ
ശനിയെ കൊണ്ടുള്ള ദൃഷ്ടികൾ എടുക്കുന്ന സമയത്ത് നിൽക്കുന്ന രാശിയിൽ നിന്നും ശനി 3, 7, 10. 3 എന്ന് പറയുമ്പോൾ ലഗ്നാൽ 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10ാം ദൃഷ്ടിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഗുളികൻ്റെ ദൃഷ്ടി വരുന്നിടത്തേക്ക് തന്നെയാണ് ശുക്രൻ്റെ നിൽക്കുന്ന അതേ രാശിയിലേക്ക് തന്നെയാണ് ശനിയുടെ ദൃഷ്ടി വരുന്നത്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥ ഇത്തരം ഗ്രഹനിലകൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ മോശമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. 7ൽ നിൽക്കുന്ന കുജൻ, ബുധൻ അത് തന്നെ ശത്രുഗ്രഹങ്ങളാണ്. അവിടേക്ക് രാഹു ദൃഷ്ടി ചെയ്യുന്നു, അവിടേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നു. 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കർക്കിടകത്തിൽ നിൽക്കുന്നു, അവിടേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നു, ശനിയും ദൃഷ്ടി ചെയ്യുന്നു. ഇത്രയും കാരണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിവാഹം ഡിവോഴ്സായി പോകും. അതല്ല എങ്കിൽ പ്രത്യേകിച്ചും ആദ്യ വിവാഹം ഡിവോഴ്സായി പോകുമെന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഇനി ഇദ്ദേഹം ഒരു വിവാഹം കഴിക്കുകയാണ് എങ്കിൽ പോലും വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചേരുന്ന ഗ്രഹനിലകൾ ഒക്കെ മാത്രമേ ഇദ്ദേഹവുമായി ചേർത്ത് വയ്ക്കാവൂ. അതല്ല എങ്കിൽ അതിൽ നിന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഗുരുവിൽ ശുക്രൻ്റെ അപഹാരമാണ് ഇപ്പോൾ നടക്കുന്നത്. വിവാഹാലോചനകൾ പല രീതിയിൽ നടക്കുന്നുമുണ്ട്. 2025 മാർച്ച് 21 തൊട്ട് 2027 നവംബർ 20 വരെ ഇദ്ദേഹത്തിന് ഗുരുദശയിൽ ശുക്രൻ്റെ അപഹാരമാണ്. ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന വ്യാഴം വിവാഹകാരകനായിട്ടുള്ള 7ാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് ഭാഗ്യസ്ഥാനത്ത് 9ൽ ഗുളികൻ്റെയും ശനിയുടെയും ദൃഷ്ടിയിൽ നിൽക്കുന്ന ശുക്രൻ. അപ്പോൾ വിവാഹ ആലോചനകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശുക്രൻ്റെ അപഹാരത്തെ കൊണ്ട്. പക്ഷേ അവിടെ കൃത്യമായും ചിട്ടവട്ടങ്ങൾ പാലിച്ച് തന്നെ വേണം വിവാഹമെന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് ഇത്തരം വ്യക്തികൾ പോകാനായിട്ട്. കൃത്യമായി നാളും ജാതകവും ഗ്രഹനിലയും വ്യക്തിയുമൊക്കെ കൃത്യമായി അറിഞ്ഞ ശേഷം വേണം പോകാനെന്നും ഇതിന് അർത്ഥം കൽപ്പിക്കാം. അതല്ലാത്ത പക്ഷം നേരത്തെ സംഭവിച്ച അതേ തെറ്റുകൾ, അതല്ല എങ്കിൽ അതേ അബദ്ധങ്ങൾ തന്നെ വീണ്ടും സംഭവിക്കാനും കൃത്യമായി തന്നെ സാധ്യതയുണ്ട് എന്ന് സാരം. പ്രത്യേകിച്ചും ഇദ്ദേഹം കുജലഗ്നമാണ്. കുജൻ നിൽക്കുന്നത് ശത്രുവിനോടൊത്താണ്, ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയിലാണ്. എടുത്തുചാട്ടമുള്ള ചിന്തകൾ, പറച്ചിലുകൾ, പ്രവൃത്തികൾ ഈ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ പ്രത്യേകിച്ചും ഈ ലഗ്നവുമായി ചേർന്ന് പോകുന്ന ആളെ വേണം ആദ്യമേ തന്നെ തീരുമാനിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ 7ാം ഭാവവും 8ാം ഭാവവും ഒക്കെ കൃത്യമായി നോക്കുകയും ഒക്കെ ചെയ്ത് നാളും പൊരുത്തവും എല്ലാം നോക്കി വേണം ഇത്തരം വ്യക്തികൾ വിവാഹമെന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് പോകാനായിട്ട്. അതല്ലാത്ത പക്ഷം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള, ഒരു തവണ സംഭവിച്ച ഇനിയും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അത്തമാണ് നക്ഷത്രം. ചന്ദ്രദശയിൽ ജനിച്ചു. 92 വരെ ചന്ദ്രൻ, അതിനുശേഷം 7 കൊല്ലം ചൊവ്വ, 99 വരെ, അതിനുശേഷം രാഹു 18 കൊല്ലം 2017 വരെ, അതിനുശേഷം വ്യാഴദശ, ഇപ്പോഴത്തെ നടപ്പുദശയും വ്യാഴം തന്നെയാണ്. ഗുരു 2033 വരെ, അതിനുശേഷം ശനിദശ 2052 വരെ, ശേഷം ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ നേരത്തെ പറഞ്ഞു ഗുരുവിൽ ശുക്രനാണ്. 2025 മാർച്ച് 21 തൊട്ട് 2027 നവംബർ 20 വരെ. ഇതിനെക്കൊണ്ടുള്ള സംഭവിക്കാൻ സാധ്യതയുള്ള കാരണങ്ങളും പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ട് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് വിവാഹം പോലെയുള്ള കാര്യങ്ങളെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത്. കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ഇതിനുണ്ട്. ഒരു പരിധിവരെ അത് ചെയ്തു പോകുക വഴി ഇദ്ദേഹത്തിന് അതിൽ നിന്നും സംരക്ഷണം, നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും സംരക്ഷണം കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പരിഹാരങ്ങൾ ചെയ്ത് തന്നെ വേണം ഇദ്ദേഹം പോകാനായിട്ട്. അതായത് കൃത്യമായി തന്നെ ആ വിവരങ്ങൾ അദ്ദേഹവുമായി പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാമെന്ന് ഏറ്റിട്ടുമുണ്ട്. അത് ചെയ്യുന്ന മുറയ്ക്ക് കൃത്യമായി തന്നെ അദ്ദേഹത്തിന് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ട് തന്നെ കിട്ടാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.